കഞ്ഞി സദ്യ. ഇങ്ങനെ അമ്മ കഞ്ഞി വിളമ്പുകയാണ്. കഞ്ഞി വിളമ്പുകയാണ്. ഹലോ ഗേസ്, ഇതാ നമ്മളെ അമ്മു കഞ്ഞി സദ്യക്ക് വേണ്ടിയിട്ടുള്ള സ്പൂൺ ഉണ്ടാക്കുകയാണ്. എല്ലാം പരമ്പരാഗത ശൈലിയിലാണ് ഇവിടെ എപ്പോഴും ചെയ്യുന്നത്. ഇത്ര ഭംഗിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം. ഒരു പ്ലാവ് അങ്ങനെ അതിൻ്റെ ഇടയിൽ മുറിച്ചെടുത്തിട്ട് കൊണ്ടുവന്ന് അമ്മ അങ്ങനെ ഇരുന്ന് ക്ഷീണിച്ച് ഇതാ നിന്നിട്ടൊക്കെ ഇതാ ഈ ഇല മൊത്തം അമ്മ എടുത്തിട്ട് സ്പൂണാക്കാൻ പോവുകയാണ്. നമ്മുടെ ഇവിടെ നിന്ന് കഞ്ഞി സദ്യക്ക് വരുന്ന എല്ലാവർക്കും സ്പൂണും അതുപോലെ കറി ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കുറുക്കുട്ടി ഇലയാണ്. കഞ്ഞി സദ്യ എന്തായി നോക്കാം നമുക്ക്. സദ്യ ഇങ്ങനെ കറിയാണ്. കറി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കഞ്ഞി സ്വാമിമാരുടെ കഞ്ഞി സദ്യ. ഇങ്ങനെ അമ്മ കഞ്ഞി വിളമ്പുകയാണ്. കഞ്ഞി വിളമ്പുകയാണ്. നമ്മള് ഇന്ന് ശബരിമല പോവാണ്. അങ്ങനെ നമ്മൾ വിളമ്പിയേക്കുവാണ്. നമ്മൾ ഇനി ശബരിമല പോവാണ്. ഇത് നമ്മൾ ഇവിടെ മാത്രം കണ്ടുവരുന്ന ചടങ്ങാണ് കേട്ടോ. നമ്മളെ കാസർഗോഡൊന്നും ചടങ്ങൊന്നുമില്ല. അങ്ങനെ കഞ്ഞി സദ്യ നമ്മൾ കഞ്ഞി കുടിക്കാനുണ്ടാക്കിയ സ്പൂണാണ് കേട്ടോ. സ്പൂണാണ്. അമ്മമ്മ ഉണ്ടാക്കിയതാണോ? കറിയും കൂട്ടി ഞാൻ കറി കൊടുത്ത് കറിയും കൂട്ട്. നമ്മള് ചാമിക്കഞ്ഞി കൊടുക്കുകയാണ് അല്ലേട്ടാ. കൊള്ളാവോ? അമ്മോന്റെ വെച്ച് പറഞ്ഞ കൊള്ളാവോ? നോക്കെ മോന് ഇഷ്ടായോ? ഇഷ്ടായോ? ആരാക്കിയതാ മോനെ? ആണോ? അവൻ തിന്നില്ല. കുറച്ച് കറി കഴിക്കട്ടെ. മതിയടി. അടിപൊളി കഞ്ഞിയാ. രണ്ടുണ്ട് പൈസ സ്വാമി കുറേശ്ശെ ഹരിഹര സുതനേ മോഹിനി സുതനേ മോഹനാരൂപനേ സത്യസ്വരൂപനേ സ്വാമിയേ സ്വാമിയേ
ശരണമയ്യപ്പോ ശബരി ചേട്ടൻ്റെ വീട്ടിൻ്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചിരിക്കുന്ന കേസ് നമ്മളെ ശബരി ചേട്ടൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ശബരി ചേട്ടൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് കേസ്. കുറേ കാലത്തിനപ്പുറം ശബരി ചേട്ടൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് നാളായി ക്ഷണിക്കുന്നത്, ആദ്യമായിട്ട് വരുന്നത്. അതാണ് ഇവിടത്തേക്ക് എത്തിപ്പെടണ്ടേ അമ്മ, ഇവിടത്തേക്ക് എത്തിപ്പെടണ്ടേ. അതാണ് ക്രിസ്റ്റിജി എന്താണ് ഇത് കാണിച്ചാ മതി, ഇത് അങ്ങ് എടുത്തു വെച്ചോ കേട്ടോ. ഇത് പൊക്കി കാണിച്ചാൽ മതി. ഓക്കെ. ഇവിടുന്ന് കഴിയുന്ന പമ്പയില് ആൾക്കാർ കുറവാണ്, വിജനമായിട്ടുണ്ട്. പക്ഷെ റോഡിലെല്ലാം നല്ല ആൾക്കാരുണ്ട്, വന്നുകൊണ്ടുണ്ട്. നോക്കാം, എല്ലാവരും കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഞാനിവിടെ ബാഗിനും വിരിക്കും കാവൽ വിളിക്കുകയാണ് ഗൈസ്. കുത്തോ ഒരു ഹായ് ആക്കി. ഓക്കെ. ഞാനിവിടെ വെർച്വൽ ക്യൂ സംവിധാനം പരിശോധിക്കുകയാണ്. അങ്ങനെ വിജനമായ കാനനപാതയിലൂടെ ദത്തം കുഞ്ഞും സ്വാമിമാർ നടക്കുകയാണ്. നമ്മളെ കിച്ചൂട്ടനൊക്കെ ഉണ്ട്. എവിടെ പോവാ, എവിടെ പോവാ, ആരെ കാണാൻ പോവാ, ആരെ കാണാൻ പോവാ? ഭഗവാൻ ശരണം, ഭഗവാൻ ശരണം. ഈശ്വരനേ, ഈശ്വരനേ, ദേവനേ, ദേവനേ. നമ്മുടെ യാത്ര, നമ്മുടെ യാത്ര ആരെ കാണാൻ, ആരെ കാണാൻ? സ്വാമിയെ കണ്ടാൽ, സ്വാമിയെ കണ്ടാൽ മോക്ഷദായക, മോക്ഷദായക. സ്വാമിയപ്പ, സ്വാമിയപ്പ, ശരണമപ്പ, ശരണമപ്പ. വന്ദോമപ്പ, വന്ദോമപ്പ, വാരോമപ്പ, വാരോമപ്പ. കനിയണമപ്പ, കനിയണമപ്പ, കനിയണമപ്പ. കാക്കണമപ്പ, കാക്കണമപ്പ, കാക്കണമപ്പ. നമ്മുടെ യാത്ര, നമ്മുടെ യാത്ര ആരെ കാണാൻ, ആരെ കാണാൻ? സ്വാമിയെ കണ്ടാൽ,
സ്വാമിയെ കണ്ടാൽ മോക്ഷദായക മോക്ഷ വന്തോമപ്പ ആരോമപ്പ ആരോമപ്പ കക്കണമപ്പ കക്കണമപ്പ കനിയണമപ്പ ആരോമപ്പ ആരോമപ്പ. സന്നിധാനത്തിലേക്ക് എത്തി. സന്നിധാനത്തിൽ നട തുറന്നില്ല, എല്ലാവരും ഇങ്ങനെ നമസ്കരിക്കുകയാണ്. ദത്തൻകുഞ്ഞെല്ലാം നടന്ന് വന്ന അയ്യപ്പനെ കാണാൻ ഇങ്ങനെ കട്ട വെയിറ്റിംഗ് ആണ്. ആദ്യത്തെ യാത്രയാണ് അമ്മേരെയും ദത്തൻകുഞ്ഞിൻ്റെ. ഇങ്ങനെ സന്നിധാനത്ത് എത്തി. എല്ലാവരും ദർശനം തുടങ്ങിയില്ല, നട തുറക്കാവുന്ന എല്ലാവരും റെസ്റ്റാണ്. എല്ലാവരും ഉറങ്ങുകയാണ്. ഭഗവാന്മാരെല്ലാം റെസ്റ്റാണ് കേട്ടോ. സ്വാമി ശരണയ്യപ്പ. അമ്മ ഇങ്ങനെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. ദത്തനത സ്വാമിമാരുടെ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അയ്യപ്പസ്വാമിയുടെ നട തുറന്നിരിക്കുകയാണ്. സ്വാമി ശരണയ്യപ്പ. എല്ലാവരും അങ്ങനെ ദർശനം നേടാൻ വേണ്ടിയിട്ട് എല്ലാവരും ദർശനത്തിന് വേണ്ടിയുള്ള ക്യൂവിലാണ്. സമയം 4:44. സ്വാമി ശരണം. गंभग्राय नमः। ओम
സമഘോഷജ്ഞായ നമഃ ദാസപാലായ നമഃ സമൗജസായ നമഃ ദ്രോണകുംഭാഭിഷിക്തായ നമഃ. ദത്തഞ്ചേട്ടൻ എവിടെ പോവാ? എവിടെ പോവാ? ആ പോയിക്കോ. ತಮಿಳು ನಾವು ಗೊತ್ತಲ್ಲ ಹಿಂಗೆ ಅಂತ ತಮಿಳು ತೆಲುಗು മരം കൊടുത്താലോ? മരമുണ്ടോ? നിങ്ങളെങ്ങനെ ദത്തമ്മനതാരാ? അതാ. അതെന്താ കൊതുക്. കുരങ്ങനാ? ആ, yes. എന്ത് കുരങ്ങൻ? കൊതുകൻ. എന്ത് കുരങ്ങനാടാ? നോക്കിയേ വാല്, നോക്കിയ വലിയ വാലല്ലേ, വലിയ വാലുണ്ടല്ലേ. അങ്ങനെ ഇപ്പോൾ ഈ വഴിയിലൂടെ കടത്തിലുള്ള തിരക്കിന് വേണ്ടിയിട്ടുണ്ട്. നമ്മളും പോയത് ഇതേ വഴിയിലാണ് ഇപ്പോൾ. പക്ഷേ ആൾക്കാർ വിടുന്നില്ല. നമ്മൾ തിരിച്ച് കൊണ്ടുപോയി. ദേവാലയ